കുറേ കാലങ്ങൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും. ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവാതിരിക്കില്ല. ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും വരാൻ പാടില്ല എന്ന് മനസ്സിലായില്ല. വലത്തുവശത്തും മുൻപിലൊന്നും വരാൻ പാടില്ലെന്നുണ്ട്. ഇതിന് അപവാദമാണ് വളഞ്ഞമ്പലം. ആ കൊടിമരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് അങ്ങ് പൊങ്ങി പോയിട്ട് എത്രയോ വഹിക്കണേ. അമ്പലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭക്തി, ഇഷ്ടം, വിശ്വാസമൊക്കെയാണ്. പക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴോ സ്ഥലം പുതുതായിട്ട് വാങ്ങാൻ പോകുമ്പോഴൊക്കെ അടുത്ത അമ്പലമുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ ഒരു കാവുണ്ട്, കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അപ്പോൾ നോക്കിക്കാനും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ എന്താണ്, അത്രയും നല്ലൊരു ദൈവികമായൊരു ഇത് അടുത്തുള്ളത് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക്? തീർച്ചയായും അല്ല. അവരവരുടെ മതാചാരം അനുസരിച്ച് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരു ക്ഷേത്രം അടുത്തൊക്കെ ഉള്ളത് നല്ലതാണ്, ഒരു കാവൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ മിക്കവാറുമൊക്കെ അവിടുന്ന് ദോഷങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ദോഷകരമായിട്ട് വരുന്നത് ഈ സർപ്പങ്ങളുടെയൊക്കെ അടുത്താണ്. സർപ്പം വളരെ നിഷ്ഠയോടുകൂടി പോയില്ലെങ്കിൽ അതിന് ദോഷം തന്നെ സംഭവിച്ചെന്ന് വരും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വീട് നിർമ്മിക്കുന്നതിനൊരു പ്രമാണമുണ്ട്. വിഷ്ണു പൃഷ്ടേജ വാമേ നരഭവനമനർത്ഥപ്രദം ദക്ഷിണേ ചാപി അഗ്രേഭാഗേ ച കാളീ നരഹരി ശിവത അഭിന്ന സർവോഗ്രമൂർത്തി ആര്യോ നിമ്നസ്ഥലസ്ഥോ ഇത് മനുജഗ്രഹം ദക്ഷിണേ ഗ്രേശു തസ്മാത് ഉച്ചത്വം നേഷ്ടമിഷ്ടം നികടമവി തതന്യത്ര തൽപാദപാച. ഇങ്ങനൊരു പ്രമാണമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ശാന്തദേവന്മാരുടെ മുൻപിലും വലത്തുവശത്തും ഗ്രഹം വയ്ക്കുന്നത് നല്ലതാണ്. ഉഗ്രമൂർത്തിയുടെ വലത്തുവശത്തും മുൻപിലൊന്നും പറ്റില്ല. അതായത് കാളി, നരസിംഹം, ശിവൻ അങ്ങനെയുള്ള മൂർത്തികളുടെ. ഇപ്പം നിയമാനുസരണം നമ്മൾ ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്, വലത്തുവശത്താണ്, കുഴപ്പമില്ല, അന്നത്തെ സ്ഥലത്താണ് കൊണ്ട് ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സഞ്ചാര റൂട്ടുണ്ട് ക്ഷേത്രത്തിൽ. ഒരു സർപ്പക്കാവിൽ നിന്ന് ഒരു സർപ്പക്കാവിലേക്ക് അവർക്ക് ഒരു റൂട്ട് കണ്ടുപിടിക്കുക. എന്തെങ്കിലും കാര്യം കാണുമോ? ഇപ്പം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട. ക്ഷേത്രവുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന വീടിൻ്റെ അതിലേ കൂടിയാണ് ഈ എനർജി പോകുന്നതെങ്കിൽ, അതിനകത്ത് തട്ടുന്ന വിധത്തിലെ വീടിരിക്കുന്നതെങ്കിൽ അവിടെ ദോഷം ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ നിയമാനുസരണമാണ് ഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നം ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓരോ അമ്പലങ്ങൾക്കും ഓരോ അതിരുണ്ടെന്ന് പറയില്ലേ? അതിര് മറ്റേ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അതിർത്തിയിൽ മാത്രം നിൽക്കുള്ളൂ. അപ്പം അമ്പലം ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരിത് ഞാൻ കേട്ടിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി പറഞ്ഞു ഒപ്പിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവരുടെ ആ ചൈതന്യം അവിടെ നിന്ന് ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊന്നും, ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും വരാൻ പാടില്ല എന്നിപ്പോൾ മനസ്സിലായില്ല. വലത്തുവശത്തും മുൻപിലൊന്നും വരാൻ പാടില്ലെന്നുണ്ട്. ഇതിന് അപവാദമാണ് വളഞ്ഞമ്പലം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളഞ്ഞമ്പലത്തിൻ്റെ മുകളിൽ ആദ്യം അവർ കൊടിമരം പണിത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിൽ പോകാതിരുന്നാവ് എന്നൊരു പ്രമാണമാണ്. ആ കൊടിമരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് അങ്ങ് പൊങ്ങി പോയിട്ട് എത്രയോ വഹിക്കണേ. ശരിയാ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് കുറേ കാലങ്ങൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും. ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവാതിരിക്കില്ല. കാരണം ആ ശ്രീകോവിലിൻ്റെ നേരെയുള്ള ഭാഗം നമുക്ക് ഒഴിവ് വേണ്ടതാണ്. ഇതൊക്കെ അടച്ച് ബിൽഡിംഗ് ആക്കുമ്പോഴത്തേനും അതിൻ്റെതായ ദോഷം ഉണ്ടായിരിക്കും. ആരും പറയുന്നില്ല, ചില തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ കാവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങളുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രീതി, ഒരു പ്രാർത്ഥനാ രീതി വരരുത്. അത് എവിടെ ക്ഷേത്രത്തിനടുത്തായാലും അകലെ ആയാലും ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായത്? അപ്പോൾ കുരിശുമാലയൊക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുരിശൊക്കെ വീട്ടിൽ വയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും പറ്റില്ല. ചിലപ്പോൾ ഈ കോൺവെൻറ്റിലൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ മാലയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ മൂർത്തിയായിട്ട്, അവിടെ താമസിക്കുന്ന ആ മൂർത്തിയായിട്ടുള്ള ഒരു ബന്ധം സ്പ്ലിറ്റായി പോകും. അല്ല, അപ്പം ഈ ചില വീടുകളിൽ 3 മതത്തിൻ്റെതായിട്ടുള്ള ഫോട്ടോസ് ഇല്ലേ? അതിനകത്തൊക്കെ ചില ആൾക്കാർക്ക് ചിലയിടത്ത് കുഴപ്പമില്ല, ചില ആൾക്കാർക്ക് കുഴപ്പമില്ല, ചിലയിടത്ത് ഇതൊന്നും അല്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് എടുപ്പിച്ച് കളഞ്ഞ് മാറ്റി അമ്പലത്തിൽ കൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിദ്വേഷത്തിൻ്റെ പേരല്ല പറയണേ. ചിലർക്ക് നല്ലതാണ്. ചിലരോട് ഞാൻ പറയാറുണ്ട്, ഇവിടെ
മാതാവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒക്കെ പടം ഇടുന്നെങ്കിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ മൂർത്തികൾ നിങ്ങളുടെ ബോഡിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുമായിട്ട് ഇണങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിനെ മാറ്റാൻ പറയില്ല ഞാൻ. ഒരു ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ ഹിന്ദുസിനെ ഒരു ക്രിസ്ത്യൻ വകുപ്പിലുള്ള മാതാവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അല്ലാണ്ട് മറ്റുള്ള ചിന്തിച്ചിട്ട് മതാടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, ചിലർക്ക് അത് ഗുണകരമായിരിക്കും. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ചൂല് കാണിച്ചു. എന്താ ഈ ചൂല് കാണിക്കുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. നമ്മളവർ പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഈ വിട്ടുകളയില്ല. ആ ചൂല കയറി പിടിക്കും. അവിടെ നിർത്തി വെച്ചിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഓൾറെഡി ഞാൻ ചൂല കയറി പിടിക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഏതൊരു പള്ളിയിൽ മിറ്റടിച്ചാക്കുന്ന നേർന്നിട്ടുണ്ടെന്ന്. എവിടെയാ? കൊരട്ടിപ്പള്ളി. അവിടെ മിറ്റടിച്ചോളാം, ചൂല് മിറ്റടിച്ചോ. അതാണ് കാണിക്കുന്നത്. അത് കാലഹരണപ്പെട്ട് പോയതാണെങ്കിലും കാണിക്കും. നേർന്നവരും മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിള്ളേരെ ബാധിക്കും. എന്നാൽ ഇവർക്കറിയാം, ഇവർക്ക് ദേവന്മാരും ചൈതന്യമുള്ളവരല്ലേ, ആ അവർ മരിച്ചു പോയി, ഇനിയിപ്പോൾ അവരെ കയറി പിടിക്കണ്ട എന്ന് പറയും. പക്ഷെ എന്നാൽ തന്നെ ആ ഒരു ദോഷം അവരുടെ കുടുംബത്തുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിപാട് നേരം ചെയ്യുക, നേർന്നിട്ടുണ്ടെങ്കിൽ നടത്താൻ ശ്രമിക്കുക. ഈ അമ്പല പരിസരത്ത് വീടുണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ അങ്ങനെ കൂട്ടുന്നുണ്ട്. അത് ആചാരത്തിനനുസരിച്ചാണ്. നമ്മൾ ഹിന്ദുസൊന്നും സർപ്പത്തിൻ്റെ അടുത്തോ ക്ഷേത്രത്തിൻ്റെ അടുത്തോ ഉണ്ടെങ്കിൽ കഴിക്കാറ് പതിവില്ലല്ലോ. അതിനെങ്കിൽ രഹസ്യമായിട്ട് പറയും. അല്ലെങ്കിൽ ഈ സർപ്പക്കാവുകളിൻ്റെ അടുത്താണ് വീട് പണിയുന്നതെങ്കിൽ വീടുള്ളതെങ്കിൽ ഈ ഇറച്ചിയുടെ മീനിൻ്റെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴിക്കരുത്. അത് വളരെ ഭദ്രമായിട്ട് വല്ല കുഴി കുത്തി, അത് ഈ കുഴി കുത്താൻ ഇവർക്കൊണ്ട് സഞ്ചാര റൂട്ട്, ഇവർ സഞ്ചാര റൂട്ടിലേക്ക് കുഴി കുത്താനൊന്നും പറ്റില്ല. ഈ വെള്ളം വേസ്റ്റ് പോലെ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുമായിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അത് ചെയ്യാത്തിടത്തോളം കാലം ദോഷം ഉണ്ടാകും. നമ്മളിപ്പം നിയമാനുസരണമാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദോഷം ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയാം. ഞങ്ങൾ വാങ്ങിച്ചേക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു നാഗക്കാവുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കിച്ചു കഴിഞ്ഞപ്പം ഒരു എന്താ പറയുക, ഏതൊരു ഭൂമി എടുത്താലും ആ ഭൂമിയിൽ ഒരു 100-90% ഭൂമിയിൽ നാഗദോഷം പതിവാണ്. പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ നാഗദോഷം ഇല്ല. തൊട്ടടുത്ത് കാവുണ്ട് എന്തായാലും. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് കാരണമില്ല. അത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ മനസ്സുമായിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരു സംഭവമായിരിക്കാം അത്. അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൂരിഭാഗം ഭൂമിയിൽ ഈ നാഗദോഷം ഇങ്ങനെ കാണിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അത് കേരളത്തിൽ എവിടെയും സർപ്പദോഷം ഉണ്ടെന്ന് ഇപ്പോൾ എവിടെ ചെന്നിട്ടും സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയും നാഗദോഷം. അത് അതിൻ്റെ ചരിത്രം പറഞ്ഞു പോകുമ്പോഴത്തേക്കും പരശുരാമനിലേക്ക് ചെന്ന് എത്തും. മനസ്സിലെ അത് ആ റൂട്ട് പോകും. കേരളം ഒരു ചെളിപിടിച്ച ഏരിയയും ഈ നാഗങ്ങളുടെ ഒരു സങ്കേതമായിരുന്നു. മനസ്സിലെ അപ്പോൾ അങ്ങനൊരു ചൈതന്യം നമുക്കുണ്ട്. സർപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ സർപ്പങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനെ ആചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിൽ നിന്നുള്ള ദോഷം വരണ വിധത്തിൽ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദോഷം ദീർഘകാലം നിലനിൽക്കും, തലമുറകളെ കയറി പിടിക്കും. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.